ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസായിട്ട് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സാണ് പഠിച്ചത്. അത് വളരെ ബ്രീഫായിട്ട് നമ്മൾ BJT പഠിച്ചു. ശരിക്കും ഈ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അണ്ടറിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. BJTയുടെ ഒരു ആപ്ലിക്കേഷനാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉണ്ടാക്കാം, ഒരു ആംപ്ലിഫയർ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഈ ഒരു പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്. RC കപ്പിൾഡ് ആംപ്ലിഫയർ, സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ പറയും. ചെറിയ ചെറിയ പൊടി കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നം വരും. അത് നമ്മൾ ഹയർ ടോപ്പിക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് ടച്ച് വന്നോളും. എന്തായാലും ഞാൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്താണെന്നും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നും ആദ്യം പറയാം. അതിനുശേഷം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പഠിക്കാം. എന്താണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്നാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, when only one transistor with associated circuitry is used for amplifying a weak signal, the circuit is known as single stage amplifier or RC coupled amplifier. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ്. ഒരൊറ്റ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ സിംഗിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സാണ് നമ്മൾ ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ മൾട്ടി സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. സോ ഓൾമോസ്റ്റ് ഓൾ ദി ആംപ്ലിഫയർ യൂസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് പ്രൊവൈഡ് ഗുഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. In this circuit, to amplify AC voltages, some more components must be added to it. This result RC coupled amplifier. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? RC coupled amplifier അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ബയാസിംഗ് സ്കീമായ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മെത്തഡോളജി ആയിരിക്കും യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ തന്നെ കാണാം. ഇതാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് അല്ലേ. ഈ ഒരു ബയാസിംഗ് സർക്യൂട്ടിൽ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ആംപ്ലിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാവുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഫിഗർ നോക്കാം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്ങും റൈറ്റ് സൈഡിൽ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറും വരച്ചു. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ബേസിക്കലി ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഒറ്റ സിംഗിൾ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ NPN ട്രാൻസിസ്റ്റർ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് റെസിസ്റ്റർ ഏത് രീതിയിലും വരയ്ക്കാം കേട്ടോ. ഇതിലിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ബോക്സ്ഡ് റെപ്രസെൻറ്റേഷൻ, അത് ഓരോ ബുക്കിലും ഓരോ ടൈപ്പ് റെപ്രസെൻറ്റേഷൻ ആവും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് റെസിസ്റ്റർ എന്നുള്ളത് നമ്മുടെ നോർമൽ സിമ്പൽ വെച്ചിട്ട് നിങ്ങൾക്ക് റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനൊരു ബേസിക് NPN ട്രാൻസിസ്റ്റർ ആദ്യം വരച്ചു. NPN ട്രാൻസിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ 2 റെസിസ്റ്റേഴ്സ് വരച്ചു. ഇത് ഓൾറെഡി നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് അറേഞ്ച്മെൻറ്റിൽ പറഞ്ഞതാണ് അല്ലേ. R1 R2 എന്നുള്ള 2 റെസിസ്റ്റർ ബേസ് ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. അതുപോലെ കളക്ടർ ടെർമിനലിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു RC. എമിറ്റർ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു RI. അപ്പോൾ ആദ്യം ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മെത്തേഡ് തന്നെയാണ്. ഇതിൽ നമ്മൾ കുറച്ച് അഡീഷണൽ സർക്യൂട്ടറീസ് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ അറേഞ്ച്മെൻറ്റിൽ ഞാൻ ആദ്യം ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ബേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് സപ്ലൈ നമ്മൾ VI, AC സിഗ്നൽ, AC ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യും VI ത്രൂ എ കപ്പാസിറ്റർ CC എന്നുള്ളൊരു കപ്പാസിറ്റർ വഴിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ മൊത്തം പവർ സപ്ലൈ പ്ലസ് VCC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് സർക്യൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിലും ഇതുപോലെ തന്നെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ CC എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഫൈനലി ഔട്ട്പുട്ടിലൊരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തു RO അല്ലെങ്കിൽ RL എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതിൽ അഡീഷണലി ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരാതെ നമ്മൾ അഡീഷണലി കണക്ട് ചെയ്യുന്നത് ഒരു കപ്പാസിറ്ററാണ്.
ഈ കപ്പാസിറ്ററിനെ നമ്മൾ CE എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. നിങ്ങൾ നോക്ക്, CE എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ എമിറ്റർ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്ന കപ്പാസിറ്ററാണ് എക്സാക്ട്ലി എന്ത്, CE. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ സർക്യൂട്ട് കണക്ഷൻ, സർക്യൂട്ട് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടറി വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് പഠിക്കാനുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ വരച്ചു. അതിൻ്റെ ഒരു ജനറൽ തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്കലി അതിൽ ഏതൊക്കെ കോൺഫിഗറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം. സോ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ വെൻ ഇറ്റ് ഈസ് ഇൻ ആക്റ്റീവ് മോഡ്. ഒരു ആക്റ്റീവ് മോഡിലാണ് എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുക. സോ ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ് and collector base junction should be reverse biased. So common emitter amplifier is widely used configuration because it's high voltage gain. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട 3 കാര്യങ്ങൾ, നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു ആംപ്ലിഫയർ ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം സർക്യൂട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സാക്ട്ലി എന്താണ്, ആക്റ്റീവ് മോഡാണ്. അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്നുള്ളത് ഫോർവേഡായിട്ടും കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നുള്ളത് റിവേഴ്സ് ആയിട്ടുമായിരിക്കും നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഒരു ട്രാൻസിസ്റ്ററിൽ യൂസ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, കോമൺ എമിറ്റർ ആംപ്ലിഫയറിനാണ് ഹയസ്റ്റ് വോൾട്ടേജ് ഗെയിൻ. സോ എന്താണ് വോൾട്ടേജ് ഗെയിൻ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, ഇത് വേറൊരു അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ പഠിച്ച സർക്യൂട്ട് തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഞാനതിൻ്റെ ഒരു വേറെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് വോൾട്ടേജ് ഗെയിൻ? AV എന്ന് പറഞ്ഞാൽ V out by V in ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് ഗെയിൻ വരുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിനാണ്. അപ്പോൾ എന്താണ് മീനിങ്? ഹയസ്റ്റ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ 10 എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ഒരിക്കലും യൂണിറ്റ് ലെസ് ആണ് വോൾട്ടേജ് ഗെയിൻ അല്ലേ. വോൾട്ടേജ് ഗെയിൻ എന്നുള്ളത് 10 എന്ന് പറയുകയാണെങ്കിൽ മീനിങ് എന്താ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഐഡിയലി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ 10 ടൈംസ് ആയിരിക്കും ഔട്ട്പുട്ട്. പ്രാക്ടിക്കൽ കേസിലല്ല, ഞാൻ ഐഡിയൽ കേസിലാണ് പറയുന്നത്. അപ്പോൾ മാക്സിമം വോൾട്ടേജ് ഗെയിൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് എപ്പോഴും ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ തിയറി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിലെ ഓരോ കോമ്പണൻസിൻ്റെയും ഫങ്ഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സർക്യൂട്ടറി നിങ്ങൾക്ക് കാണാം അല്ലേ. ഞാനതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് പറഞ്ഞിരുന്നു. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തു, CC. ഫൈനലി ഞാൻ ഔട്ട്പുട്ട് എടുത്തിട്ടും ഒരു കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തു, ഇതും CC അല്ലേ. 2 കപ്പാസിറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ 2 കപ്പാസിറ്ററിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് CCയെ നമുക്ക് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്നും സെക്കൻഡ് CC എനിക്ക് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയും. അപ്പോൾ ഈ CC എന്നുള്ള കപ്പാസിറ്റർ നമ്മൾ കോമൺലി പറയുന്നത് എന്താണ്, കപ്ലിംഗ് കപ്പാസിറ്റർ. എന്താണെന്ന് നമുക്ക് നോക്കാം. സോ എ കപ്ലിംഗ് കപ്പാസിറ്റർ passes AC signal from one side to another at the same time. It does not allow the DC voltages to pass through. Hence, it is also called blocking capacitor. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ്, ഇൻപുട്ടിൽ നമ്മളൊരു കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്തു, ഔട്ട്പുട്ടിൽ നമ്മളൊരു കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്തു അല്ലേ. സോ ഇൻപുട്ടിലെ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വളരെ സ്മൂത്തായിട്ട് AC സിഗ്നലിനെ പാസ് ചെയ്യും. കാരണം നമ്മൾ AC ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കുന്നത്, AC ഇൻപുട്ടല്ല ഇവിടെ കൊടുക്കുന്നത്. ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ AC ഇൻപുട്ട് സിഗ്നലിൽ, ഇതാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നൽ AC സൈനുസോയിഡൽ വേവ്. ഇതിൽ മേ ബി അൺവാണ്ടഡ് DC കോമ്പണൻസ് ഉണ്ടാവാം, അൺവാണ്ടഡ് നോയ്സസ് ഉണ്ടാവാം. ഇതുപോലെ അൺവാണ്ടഡ് DC കോമ്പണൻസ് നമ്മളെ ഇൻപുട്ടിലുണ്ടെങ്കിൽ, ഇൻപുട്ട് സിഗ്നലിലുണ്ടെങ്കിൽ ആ സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററാണ് കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പോൾ ഫസ്റ്റ് കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്ന AC സിഗ്നലിലെ DC കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്ററിനെ ബേസിക്കലി ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്ന് പറയാം. ഇതുപോലെ തന്നെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടിലാണ് അല്ലേ. ഇതാണ് ഔട്ട്പുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ CC. ഇതെന്തായിരിക്കും, നമ്മളിപ്പോൾ സപ്പോസ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ ഉണ്ടാവുക. ഈ ആംപ്ലിഫൈഡ് സിഗ്നലിൽ എന്തെങ്കിലും DC കോമ്പണൻസ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് സെക്കൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ 2 കപ്ലിംഗ് കപ്പാസിറ്ററിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററായിട്ടും ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററായിട്ടും ആക്ട് ചെയ്യും. വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 2 കോമ്പണൻറ്റിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 2 കോമ്പണൻസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ബൈപ്പാസ് കപ്പാസിറ്റർ CE? എല്ലാവരും കണ്ടോ? ഇതാണ് നമ്മൾ
കണക്ട് ചെയ്ത ബൈപ്പാസ് കപ്പാസിറ്റർ സി ഇ. അതുപോലെ വാട്ട് ഈസ് എമിറ്റർ റെസിസ്റ്റർ ആർ ഇ. ഇത് രണ്ടും എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു പാരലൽ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ എമിറ്റർ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ തിയറി നോക്കാം. ദ കപ്പാസിറ്റർ സി ഇ വർക്ക് ആസ് എ ബൈപ്പാസ് കപ്പാസിറ്റർ. ഇറ്റ് ബൈപാസസ് ഓൾ ദി എ സി കറന്റ് ഫ്രം ദി എമിറ്റർ ടു ഗ്രൗണ്ട്. ഇഫ് ദ കപ്പാസിറ്റർ സി ഇ ഈസ് നോട്ട് പുട്ട് ഇൻ ദി സർക്യൂട്ട്, the AC voltage developed across RE will affect the input AC voltage. So the resistance RE will provide thermal stabilization. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തിയററ്റിക്കൽ പോർഷൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് RE അല്ലെങ്കിൽ എമിറ്റർ റെസിസ്റ്ററിൻ്റെ ബേസിക് റോൾ എന്ന് പറയുന്നത് ഇതൊരു തെർമൽ സ്റ്റെബിലൈസേഷനാണ് യൂസ് ചെയ്യുക. അതായത് എന്തെങ്കിലും ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററാണ് ബേസിക്കലി RE എന്നുള്ള റെസിസ്റ്റർ. സോ ഈ RE എന്നുള്ള റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി ഇതിന് പാരലായിട്ട് നമ്മൾ സി എന്നുള്ളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യും. ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞത് ബൈപ്പാസ് കപ്പാസിറ്റർ. അതായത് വളരെ ക്ലിയർ ആണ്, ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ വരുന്ന നമുക്കിപ്പോൾ ഈ തെർമൽ സ്റ്റെബിലൈസേഷൻ കാരണം വരുന്ന ഒരു എ സി വോൾട്ടേജ് ഡിഫറൻസിനെ കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഈ കപ്പാസിറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അൺവാണ്ടഡ് ആയിട്ടുള്ള എ സി കോമ്പണൻസ് ആംപ്ലിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലത്തെ എ സി കോമ്പണൻസിനെ ബൈപ്പാസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററാണ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഈ കപ്ലിംഗ് കപ്പാസിറ്റർ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ. ഈ ബൈപ്പാസ് കപ്പാസിറ്റർ എപ്പോഴും നമ്മൾ ഒരു എമിറ്റർ റെസിസ്റ്ററിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്നൊക്കെ നോക്കാം. വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ വി ഓൾവേസ് സെലക്ട് എ ലോ സി ഇ വാല്യൂ ഓൾവേസ്. എപ്പോഴും പ്രോപ്പർ എഫക്റ്റീവ് ബൈപ്പാസിങ്ങിന് നമ്മൾ സിയുടെ വാല്യൂ എപ്പോഴും ലെസ്സർ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഇൻ പ്രാക്ടിക്കൽ വി ക്യാൻ മേക്ക് ദി റിയാക്ടൻസ് ഓഫ് കപ്പാസിറ്റർ സി ഇ അറ്റ് ദി ലോവസ്റ്റ് ഫ്രീക്വൻസി നോട്ട് മോർ ദാൻ 1/10 ഓഫ് ദി വാല്യൂ ഓഫ് ആർ ഇ. അപ്പോൾ നമ്മൾ റിയാക്ടൻസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ റിയാക്ടൻസിന് നമ്മൾ ആർ ഇ എന്നും ഇവിടുത്തെ റിയാക്ടൻസിന് നമ്മൾ എക്സ് സി എന്നും പറയുകയാണെങ്കിൽ ഈ റിയാക്ടൻസിൻ്റെ ബേസിൽ കപ്പാസിറ്റൻസിൻ്റെ റിയാക്ടൻസ് വളരെ ലോവർ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1/10 ടൈംസ് ലെസ്സർ ആയിട്ടുള്ള കപ്പാസിറ്റർ റിയാക്ടൻസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇതാണ് ബേസിക്കലി ഒരു ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെയും ഒരു എമിറ്റർ റെസിസ്റ്ററിൻ്റെയും ബേസിക് ഫങ്ഷണാലിറ്റീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് അറേഞ്ച്മെൻറ്റിൽ വെച്ചിട്ട് നമ്മളൊരു ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ പഠിച്ചു. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെയും ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെയും എമിറ്റർ റെസിസ്റ്ററിൻ്റെയും ഫങ്ഷണാലിറ്റീസ് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബയാസിങ് സർക്യൂട്ടിൻ്റെ റോളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ബയാസിങ് സർക്യൂട്ട്? R1 എന്നുള്ള റെസിസ്റ്റർ ഒരു ബയാസിങ് സർക്യൂട്ടാണ്. R2 ഒരു ബയാസിങ് സർക്യൂട്ടാണ്. അതുപോലെ RE എന്താണ്, ഒരു ബയാസിങ് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ REയുടെ ഫങ്ഷണാലിറ്റി പറഞ്ഞിരുന്നു അല്ലേ. RE എന്നുള്ളത് എമിറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ 3 റെസിസ്റ്ററിനെ നമ്മൾ കോമൺ ആയിട്ട് ബയാസിങ് സർക്യൂട്ട്സ് എന്ന് പറയാറുണ്ട്. അത് പ്രോപ്പർ ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് R1, R2 and RE ഫോം ദി വോൾട്ടേജ് ഡിവൈഡ് ബയാസിങ് ഫോർ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഇറ്റ് സെറ്റ് proper operating point for common emitter amplifier. The biasing circuit must establish a proper operating point, otherwise a part of negative half cycle of the signal may cut off to the circuit. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡി സി ലോഡ് ലൈൻ പഠിച്ചല്ലോ. ഡി സി ലോഡ് ലൈൻ പ്രകാരം നമ്മളെപ്പോഴും ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്ന എവിടെയാണ്? സെൻറ്റർ ഓഫ് ദി ഡി സി ലോഡ് ലൈൻ ആണ്. അപ്പോൾ ഇതെപ്പോഴും സെൻറ്ററായി നിലനിൽക്കാൻ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് സപ്ലൈ ചെയ്യേണ്ടി വരും. ഈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ 3 റെസിസ്റ്റേഴ്സാണ്. അപ്പോൾ ബേസിനെയും എമിറ്ററിനെയും പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഡിസൈനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടില്ല. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ദ ബയാസിങ് സർക്യൂട്ട് മസ്റ്റ് എസ്റ്റാബ്ലിഷ് എ പ്രോപ്പർ ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതർവൈസ് പാർട്ട് ഓഫ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി സിഗ്നൽ മേ കട്ട് ഓഫ് ഇൻ ദി. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഡി സി ലോഡ് ലൈനിൻ്റെ സെൻറ്റർ അല്ലാതെ ടോപ്പിലേക്കോ ബോട്ടത്തിലേക്കോ ഇത് മൂവ് ചെയ്യാൻ ഇടയായാൽ നമ്മൾ ഹാഫ് സൈക്കിളിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ഒരു പോർഷൻ എന്തായിപ്പോവും? കട്ടായിപ്പോവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മളെപ്പോഴും ബയാസിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യും പ്രോപ്പറായിട്ട്. REൻ്റെ ഒരു ഫങ്ഷണാലിറ്റി കൂടി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു, പ്രോപ്പറായിട്ടുള്ള തെർമൽ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള
തെർമൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ആർ എന്നുള്ള റെസിസ്റ്റർ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കോമ്പണൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് ബയാസിങ് സർക്യൂട്ടാണ് പറഞ്ഞത് അല്ലേ. R1 R2 RE നമ്മൾ ബയാസിങ് സർക്യൂട്ട് പറയുമെന്ന് പറഞ്ഞു. അതിന് പ്രോപ്പറായിട്ടുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ബയാസിങ് സർക്യൂട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ പറഞ്ഞു, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ പറഞ്ഞു. രണ്ടിൻ്റെ റോള് നമ്മൾ പറഞ്ഞു അല്ലേ. അൺവാണ്ടഡ് AC കോമ്പണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ പറഞ്ഞു. REക്ക് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്ററാണ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. എപ്പോഴും AC കോമ്പണൻസിനെ ബൈപ്പാസ് ചെയ്യാൻ നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ബേസിക്കലി ഓരോ കോമ്പണൻസിൻ്റെയും റോളായിട്ട് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ടിൽ സൈനസോയിഡിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ടും ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടും. ഇൻപുട്ടും ഔട്ട്പുട്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു 180 ഡിഗ്രിയുടെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഇത് ഓൾറെഡി നമ്മൾ ലോഡ് ലൈൻ പറഞ്ഞപ്പോൾ ആ വേവ് ഫോം ഒക്കെ വരച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള വോൾട്ടേജ് ആണ് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. സോ ഇൻ കോമൺ എമിറ്റർ ആംപ്ലിഫയർ when the input signal voltage increases the positive sense, the output voltage increases in the negative direction and vice versa. So there is a phase difference of 180 degree between input and output voltage in common emitter configuration. This is called phase reversal. The phase difference of 180 between the signal voltage and output voltage in a common emitter amplifier is known as phase reversal. അപ്പോൾ എപ്പോഴും നമ്മളൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഫേസ് റിവേഴ്സൽ ഉണ്ടാവും. എങ്ങനെയാണ് ഫേസ് റിവേഴ്സൽ ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻപുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ആംപ്ലിഫൈഡ് സിഗ്നൽ ആണെങ്കിലും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇങ്ങനെയാണ് എപ്പോഴും ഒരു ഫേസ് റിവേഴ്സൽ എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി ഒരു ഫേസ് റിവേഴ്സൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റുകൾ മാത്രമാണ്. എങ്ങനെയാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുന്നത്, അതിൽ ഓരോ കോമ്പണൻസിൻ്റെയും റോൾ എന്താണ് എന്നൊക്കെ നമ്മളാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ, ഓരോന്നിൻ്റെയും കോമ്പണൻസിൻ്റെ റോളും അല്ലേ ഓരോന്നിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടും അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ഒക്കെ പറഞ്ഞാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആക്ച്വലി അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. നമ്മൾ എക്സ് ആക്സിസിൽ ആക്ച്വലി പ്ലോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസിയാണ്, വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്, വോൾട്ടേജ് ഗെയിൻ ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ വോൾട്ടേജ് ഗെയിൻ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൊത്തം ആംപ്ലിഫയർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ആംപ്ലിഫയറിൽ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ടാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വി ഇൻ ആണ്. അപ്പോൾ വോൾട്ടേജ് ഗെയിനെ നമ്മൾ AV എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. AV ഈസ് നത്തിങ് ബട്ട് വി ഔട്ട് ബൈ വി ഇൻ. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുക, വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ വോൾട്ടേജ് ഗെയിനും വെച്ച് ഞാൻ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഷേപ്പാണ് എന്തിന് വരുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നത്. അപ്പോൾ 3 പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കതിൻ്റെ തിയറട്ടിക്കൽ നോട്ട്സ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് ബേസിക്കലി. സോ ലെറ്റ് us consider an audio frequency amplifier which operate over audio frequency range extending from 20 Hz to 20 kHz. Over the range of frequencies at which is to be used, an amplifier should ideally provide the same amplification for all frequencies. The degree to which this is done is usually indicated by a curve known as frequency response curve. അപ്പോൾ നമ്മളിപ്പോൾ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഈ 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയുള്ള ഓരോ റേഞ്ചിലും എങ്ങനെയാണ് ഫ്രീക്വൻസിയും ഗെയിനും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഇസ് എ കർവ്, ഈസ് എ പ്ലോട്ട് ഓഫ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ അഗെയിൻസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു പ്ലോട്ടിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇറ്റ് ഈസ് സീൻ ദാറ്റ് from the frequency response curve of an amplifier that the gain of the amplifier remains fairly constant in the mid frequency range. The gain varies with frequency in low and high frequency region of the curve.
അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. ഇതിൽ ഒരു പോർഷൻ ഫ്രീക്വൻസി കൂടുമ്പോൾ ഒരു പോർഷനെ നമുക്കൊരു മിഡ് ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയാം. ഈ മിഡ് ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ എന്നുള്ളത് യൂണിഫോംലി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ മിഡ് ഫ്രീക്വൻസി റീജിയൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് ലോ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയാം. അതുപോലെ ഈ ഒരു മിഡ് ഫ്രീക്വൻസി റീജിയന് ശേഷം നമുക്കൊരു റീജിയൻ വരുന്നുണ്ട്, അതിന് നമുക്ക് ഹൈ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയാം. അങ്ങനെ 3 റീജിയൻ ഉണ്ട്. ഒന്ന് ലോ ഫ്രീക്വൻസി റീജിയനും, ഒന്ന് ഹൈ ഫ്രീക്വൻസി റീജിയനും, ഒന്ന് മിഡ് ഫ്രീക്വൻസി റീജിയനും. ഇങ്ങനെ 3 റീജിയനാണ് ബേസിക്കലി എന്തിൽ വരുന്നത്, ഒരു ജനറൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കേർവിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രാക്ടിക്കലി വരയ്ക്കുന്ന ഒരു കേർവ് ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് കിട്ടുക. പക്ഷേ നമ്മൾ ഐഡിയലി ഒരു സർക്യൂട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കിവിടെ ആകെ വരുന്നത് ഒരു മിഡ് ഫ്രീക്വൻസി റീജിയൻ മാത്രമാണ്. ഇവിടെ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ലോ ഫ്രീക്വൻസി റീജിയനും ഹൈ ഫ്രീക്വൻസി റീജിയനും ഐഡിയൽ കേസിൽ വരില്ല. നമ്മളെപ്പോഴും പ്രാക്ടിക്കൽ കേസസ് ആണ് കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രാക്ടിക്കൽ കേസസിൽ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ബാൻഡ് വിഡ്ത്തും എന്താണ് എന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് മീൻ ബൈ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. ഈ ഫിഗറിൽ 2 ഫ്രീക്വൻസീസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. F1 എന്നുള്ള ഫ്രീക്വൻസിയും F2 എന്നുള്ള ഫ്രീക്വൻസിയും അല്ലേ. ഇതിന് F1നെയാണ് നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം, F2നെയാണ് നമ്മൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാം, ബാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ ടു ഇൻഡിക്കേറ്റ് ഹൗ എ കോൺസ്റ്റൻറ്റ് ആൻഡ് ആംപ്ലിഫയേഴ്സ് ഗെയിൻ ഈസ് വിത്ത് ഫ്രീക്വൻസി വേരിയേഷൻ, we may specify the range of frequencies over which the gain does not deviate more than 70.7% of the maximum gain at some reference mid frequency. അപ്പോൾ നമുക്കറിയാം നമ്മളെ മിഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസി ഗെയിൻ ആണ് എനിക്ക് കിട്ടുന്ന മാക്സിമം ഗെയിൻ അല്ലേ. ഈ മാക്സിമം ഗെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കാണാൻ ഈ മാക്സിമം ഗെയിനിൻ്റെ 70.7% നമ്മൾ മാർക്ക് ചെയ്യും. ഈ 70.7% എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണ്. ഈ 70.7% എനിക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് വളരെ ക്ലിയർ ആവേണ്ടതായിട്ട് നിങ്ങൾക്ക് 1/√2 എന്ന് പറയാം. അല്ലെങ്കിൽ മൊത്തം നമുക്ക് കിട്ടുന്ന മാക്സിമം ഗെയിൻ്റെ 70.7% നമുക്ക് 2 frequencies കിട്ടുന്നത്. So the 2 frequencies are indicated by F1 and F2 are called lower cutoff frequency and upper cutoff frequency respectively. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇങ്ങനെയാണ് നമ്മളതിൻ്റെ കേർവ് വരുന്നത് ആക്ച്വലി അല്ലേ. ഈ ഒരു കേർവിൽ നിന്ന് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും, ഈ ഒരു കേർവിൻ്റെ ബേസിൽ നമുക്കൊരു മിഡ് ഫ്രീക്വൻസി ഗെയിൻ കിട്ടി മാക്സിമം. അതിൻ്റെ 70.7% നമുക്ക് 2 പോയിൻറ്റുകൾ കിട്ടി. ഫസ്റ്റ് പോയിൻ്റ് F1ഉം സെക്കൻഡ് പോയിൻ്റ് F2 അല്ലേ. F1നെ നമ്മൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും F2നെ നമ്മൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ F2 ആൻഡ് F1 ഈസ് കോൾഡ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിഫയർ. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ. അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ പഠിക്കും ഇതിൽ. സോ F2 മൈനസ് F1 ഇതിനെ നമ്മൾ ബേസിക്കലി പറയുന്നത് എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത്, ഇപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി റെഡ്യൂസ് ചെയ്ത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് കൂടും. അപ്പോൾ ഒക്കെ നമുക്ക് അറിയാവുന്ന കോമൺ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നത്. അതുപോലെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ബാൻഡ് വിഡ്ത്തും കണ്ടുപിടിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. അപ്പോൾ ഏതൊരു ഫിഗറിനും നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. മിഡ് ഫ്രീക്വൻസി ഗെയിൻ്റെ മാക്സിമം ഗെയിൻ്റെ 70.7% എടുത്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഇൻ ടേംസ് ഓഫ് ഡെസിബൽ. എങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിനെ ഡെസിബലിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഡെസിബൽ എന്ന് അറിയണം. ഡെസിബൽ എന്നുള്ള യൂണിറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലേ. ഡെസിബൽ നോർമലി നമ്മൾ ഹ്യൂമൻ ഇയറിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെസിബൽ എന്നുള്ള യൂണിറ്റ് ബേസിക്കലി എങ്ങനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിന് മുന്നേ പഠിച്ച ബേസിക്
ഫ്രീക്വൻസി റെസ്പോൺസിൽ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ വോൾട്ടേജ് ഗെയിനും മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഗെയിൻ ഇൻ ഡി ബിയും റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ ഗെയിനാണ്, ഗെയിനിൻ്റെ യൂണിറ്റ് എന്താണ്, ഡി ബി. നേരത്തെ നമ്മൾ നോർമലി ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആയിരുന്നു നമ്മൾ കണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡെസിബലിൽ ഗെയിൻ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഡെസിബൽ നമുക്ക് നോക്കാം. ഓക്കെ, ദ ഡെസിബൽ ഈസ് എ ലോഗരിതമിക് മെഷർമെൻറ്റ് ഓഫ് റേഷ്യോ ഓഫ് വൺ പവർ ടു അനദർ ഓർ വൺ വോൾട്ടേജ് ടു അനദർ. അപ്പോൾ ലോഗരിതമിക് റേഷ്യോ ആണ്, വോൾട്ടേജ് അല്ലെങ്കിൽ പവറിൻ്റെ ലോഗരിതമിക് റേഷ്യോ ആണ് എന്ത് പറയുന്നത്, ഡി ബി എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ഡെസിബൽ, ഇറ്റ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ലോഗരിതമിക് പാർട്ട് ഓഫ് വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി ഈക്വൽ ടു 20 log എ വി. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ എ വി പറയാൻ പറ്റുമോ? എ വി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, എ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ആണ്. അതായത് എന്താണ്, വി ഔട്ട് ബൈ വി ഇന്നിനെയാണ് നമ്മൾ എന്ത് പറയാം, എ വി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിൻ ഡി ബി കാണുക? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, വി ഔട്ട് ബൈ വി ഇൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എ വി കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ 20 log എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ വോൾട്ടേജ് ഗെയിനിൻ്റെ ഡെസിബൽ കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പവർ ഗെയിൻ കണ്ടുപിടിക്കാം. സോ ദ പവർ ഗെയിൻ ഇൻ ഡെസിബൽ ഈസ് ഗിവൺ ബൈ പവർ ഗെയിൻ ഇൻ ഡി ബി ഈക്വൽ ടു 10 log എ പി. എന്താണ് എ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ പി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും, പവർ ഗെയിൻ ആണ് എ പി. പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, പി ഔട്ട് ബൈ പി ഇൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, എ പി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു പവർ ഗെയിൻ ഡി ബിയിൽ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ മൊത്തം സർക്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ കാണാം, അല്ലെങ്കിൽ പവർ ഗെയിൻ കണ്ടുപിടിക്കാം. പവർ ഗെയിൻ കണ്ടുപിടിച്ചാൽ അതിനെ 10 log എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പവർ ഗെയിൻ ഡി ബി കിട്ടും. അപ്പോൾ പവർ കാണുകയാണെങ്കിൽ 10 log ഇൻറ്റു പി ഔട്ട് ബൈ പി ഇൻ കണ്ട പവർ ഗെയിൻ ഇൻ ഡി ബിയും 20 log പി ഔട്ട് ബൈ പി ഇൻ കണ്ട വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു അനാലിസിസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, വെൻ എ വി ഈസ് ഗ്രേറ്റർ ദാൻ 1 ദ ഡി ബി ഗെയിൻ ഈസ് പോസിറ്റീവ് അല്ലേ, വി ഔട്ട് ബൈ വി ആണ്. അപ്പോൾ എ വി എന്നുള്ളത് ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, ഇതിൻ്റെ ഡെസിബൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് ഒന്നിനേക്കാളും വലിയൊരു നമ്പറാണ് എ വി കിട്ടുന്നതെങ്കിൽ. എ വി എന്നുള്ളത് ലെസ് ദാൻ 1 ആണെങ്കിൽ ദ ഡി ബി ഗെയിൻ ഈസ് നെഗറ്റീവ്. ഈ ഡെസിബൽ ഗെയിൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഒന്നിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആംപ്ലിഫൈ ആയി എന്നാണ് അർത്ഥം. ഒന്നിനേക്കാളും കുറവ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഇൻപുട്ടിനേക്കാളും കുറവാണ് ഔട്ട്പുട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എ വി ഒന്നിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഡി ബി ഗെയിൻ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഡി ബി ഗെയിൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ് ഓഫ് ഡി ബി ഗെയിൻ ഇൻഡിക്കേറ്റ് ദ ആംപ്ലിഫിക്കേഷൻ ആൻഡ് അറ്റ്യൂനേഷൻ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഡി ബി എന്നുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ നടക്കും. ഡി ബി ഗെയിൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനേക്കാളും കുറവാണ് ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് അറ്റ്യൂനേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് നിങ്ങളെ സിലബസിൽ ഇപ്പോൾ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറയുന്നുണ്ട്. ടിപ്പിക്കൽ വോൾട്ടേജ് ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാം, വോൾട്ടേജ് ഗെയിൻ നമുക്ക് ഡി ബിയിലും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് വരയ്ക്കുന്നതെന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഓൾറെഡി നോർമൽ വോൾട്ടേജ് ഗെയിൻ വെച്ചിട്ട് വരച്ചു. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡി ബി നമ്മൾ നോർമൽ വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ എന്താ ചെയ്യുക, 70.7% കണ്ടുപിടിച്ചിട്ട് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല, നമുക്ക് എത്രയാണോ മിഡ് ഫ്രീക്വൻസി ഗെയിൻ കിട്ടുന്നത് ആ മിഡ് ഫ്രീക്വൻസി ഗെയിന് നമ്മൾ 0 dB എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ -3 dBയിലായിരിക്കും നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുക, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും. വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ 10 dB ആണ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് എങ്കിൽ 7 dBയിലാണ് നമ്മൾ ബേസിക്കലി എന്ത് കണ്ടുപിടിക്കുക, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇതെന്താണ് ഈ -3 dB എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഈ -3 dB എന്താണെന്ന് മനസ്സിലായാലല്ലേ നമുക്ക് ഈ ഗ്രാഫ് പഠിക്കാൻ പറ്റുള്ളൂ. സോ യൂഷ്വലി ദ മാക്സിമം ഗെയിൻ ഈസ് കോൾഡ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് ഈസ് അസൈൻഡ് ആസ് 0 dB വാല്യൂ. Any value below the mid frequency can be referred as 0 dB and expressed as negative dB value. അല്ലേ, ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണ്.
ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് നോക്കാം. ലെറ്റസ് കൺസിഡർ ഒരു സെർട്ടൺ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയറിന് ഗെയിൻ എന്ന് പറയുന്നത്, ഓക്കെ, ഗെയിൻ നമ്മൾ തന്നിട്ടുണ്ട്. ഗെയിൻ എന്ന് പറയുന്നത് 100 ആണ്. ലെറ്റസ് അസ്യൂം ദ മിഡ് ഫ്രീക്വൻസി ഗെയിൻ ഫോർ എ സെർട്ടൺ ആംപ്ലിഫയർ ഈസ് 100. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? മിഡ് ഫ്രീക്വൻസി ഗെയിൻ ആണ്, ഡി ബി അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം വാട്ട് ഈസ് വോൾട്ടേജ് ഗെയിൻ. നോർമൽ ഗെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി കണ്ടുപിടിക്കാം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി? 20 log 100 വെച്ച് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 20 log 100 എന്ന് പറഞ്ഞാൽ log 100 എന്ന് പറഞ്ഞാൽ 2 ആണ്. 20 × 2 നമുക്ക് എത്ര ഡി ബി കിട്ടും? 40 dB എന്ന് കിട്ടും. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഗെയിൻ 100 എന്നാൽ നമ്മളതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി കണ്ടാൽ നമുക്ക് എത്ര കിട്ടും? 40 dB. അപ്പോൾ ഇനി നമുക്ക് കാണുന്നത് അറ്റ് F1 ആൻഡ് F2. എന്താണ് F1 ആൻഡ് F2? F1 എന്ന് പറഞ്ഞാൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും F2 എന്ന് പറഞ്ഞാൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ആണല്ലേ. ഇതിൻ്റെ നമ്മൾ എ വി കണ്ടുപിടിക്കുകയാണ്. ഈ F1ലും F2ലും നമുക്ക് കിട്ടുന്ന ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഓൾറെഡി അറിയാം 100/√2 ആണ്, അല്ലെങ്കിൽ നമുക്കറിയാം 70.7 ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഈ 70.7. അപ്പോൾ എന്താണ് 100ൻ്റെ 70.7% എന്ന് പറയുമ്പോൾ അതിൻ്റെ 100/√2 ആണ്, ആക്ച്വലി 70.7. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി അറ്റ് F1 ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ഇൻ ഡി ബി അറ്റ് F2. ഇങ്ങനെയാണല്ലോ ആക്ച്വലി വരിക. രണ്ടിൻ്റെ വോൾട്ടേജ് ഗെയിൻ സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ കാണുകയാണെങ്കിൽ നോർമലി നമുക്കറിയാലോ വോൾട്ടേജ് ഗെയിൻ ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? 20 × log of 70.7 കണ്ടാൽ മതി. ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും 37 dB എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. വോൾട്ടേജ് ഗെയിൻ നോർമലി 40 dB ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ 70.7% നമ്മൾ കണ്ടു. അതായത് നമ്മൾ എന്ത് ചെയ്തു? 70.7% എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? 20 log 70.7 നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് 37 dB എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവിടെ എനിക്ക് 40 dB കിട്ടി, അതിൻ്റെ 70.7% എടുത്ത് ഞാൻ ലോഗരിതം കണ്ട് എനിക്ക് കിട്ടിയ എത്രയാണ്? 37 dB. അപ്പോൾ നമുക്ക് ബേസിക്കലി എന്ത് പറയാം? നമുക്കിപ്പോൾ പറയാം ആദ്യത്തെ കേസിൽ 40 dB കിട്ടി. ഈ 40 dB ആണ് ആക്ച്വലി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ മാക്സിമം പോയിൻ്റ് എന്ന് കൺസിഡർ ചെയ്യാം. ഇതാണ് 40 dB. നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ 70.7% കണ്ടു. നമുക്ക് എത്ര dB കിട്ടി? 37 dB. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? -3 dB ആണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് 70.7% -3 dB ആയി എന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ 20 log കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -3 dB എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. സോ നമുക്ക് ഈ ഫിഗർ ഒന്നും കൂടി ഒന്ന് നോക്കാം. It shows that the voltage gain F1 and F2 is less than 3 dB of the maximum voltage gain. Due to this, the frequencies F1 and F2 are also called 3 dB frequencies and the bandwidth is referred as 3 dB bandwidth. അപ്പോൾ എന്താണ് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് രീതിയിലുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് പഠിച്ചു. ഒന്ന് നമ്മൾ എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും വൈ ആക്സിൽ നോർമൽ ഗെയിനും വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഈ ഗെയിനിനെ ഡി ബി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. നോർമൽ ഗെയിൻ ആണെങ്കിൽ 70.7% എടുക്കണം. ഗെയിൻ ഇൻ ഡി ബി ആണെങ്കിൽ -3 dB റെഡ്യൂസ് ചെയ്യണം.